കണ്ണൻ വല്ലാത്ത സങ്കടക്കടലായി മാറുകയാണ്. ആകാശ ദൃശ്യം ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. NCCയുടെ കമാൻഡന്റ് ഉൾപ്പെടെ വന്ന് അവരുടെ ആദരം അർപ്പിക്കുകയാണ്. നടനായകയെ ഒഴുകിയെത്തുകയാണ്. കണ്ണൻ ഈ അപകട വാർത്ത എറിഞ്ഞ് അവിടേക്ക് ഓടിപ്പോയതിനു ശേഷം ഇതുവരെ എന്തൊക്കെയാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്? രതീഷ്, ആദ്യം തന്നെ ഒരു NCC കേഡറ്റ് ആവാതെ, NCC യൂണിഫോം ഇടാതെ, NCC പരേഡിൽ പങ്കെടുക്കാതെ ഒരു കമാൻഡിംഗ് ഓഫീസർ, 7 കേരള ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസറാണ് അദ്ദേഹത്തിന്റെ സല്യൂട്ട് സ്വീകരിച്ച് മിഥുൻ യാത്രയാവുകയാണ്. അവന്റെ വലിയ ആഗ്രഹമായിരുന്നു NCCയിൽ അംഗമാകുക എന്നുള്ളത്. ഞാൻ ഒരു പൂർവ്വ NCC കേഡറ്റാണ്. കാര്യം അതിനകത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും നമുക്കുണ്ടാവുന്ന ഒരു വിലയുമൊക്കെ തന്നെ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ളൊരു വിഭാഗത്തിലേക്ക്, രാജ്യസേവനത്തിന് വേണ്ടി യുവാക്കളെ തയ്യാറാക്കുന്ന വിഭാഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വലിയ ആഗ്രഹിച്ച ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിന് ആ 7 കേരള ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസറുടെ ഒരു യാത്രാമൊഴി, ഒരു സല്യൂട്ട്, അത് ചേതനേറ്റ ശരീരമാണെങ്കിൽ പോലും അവൻ ആദ്യം സല്യൂട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു ആ കമാൻഡിംഗ് ഓഫീസർ. പക്ഷേ ഇപ്പോൾ അകാലത്തിൽ ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ചു. പക്ഷേ NCCയോടുള്ള അവന്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ടും ആ കമാൻഡിംഗ് ഓഫീസർ നേരിട്ടെത്തി അവന് മുന്നിൽ ഒരു പുഷ്പചക്രം സമർപ്പിച്ച് അതിനുശേഷം ഒരു സല്യൂട്ട് നൽകിയ ശേഷം മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അത് നമുക്ക് നേരത്തെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ, NCC കേഡറ്റുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇവൻ ഈ സ്കൂളിലെ പുതിയ വിദ്യാർത്ഥികളെ, പുതിയ കേഡറ്റുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരേഡ് നടത്തുകയുണ്ടായി. അതിൽ മികച്ച ഒരു പ്രകടനം വെച്ച വ്യക്തിയാണ്. 37ാമത്തെ നമ്പർ പേര്, NCC കേഡറ്റുകളുടെ ലിസ്റ്റിലുള്ള 37ാമത്തെ നമ്പർ പേര് ഇനിയില്ല. അത് മിഥുൻ എം എന്നായിരുന്നു. മിഥുൻ മനോജ് എന്നുള്ള മിഥുൻ എം എന്നുള്ള പേരായിരുന്നു. പക്ഷേ ആ പേര് ഇനി അവിടെ ഇല്ല, അവിടെ ഉണ്ടാകില്ല. കാര്യം അവിടെ ശൂന്യമാണ്. കാര്യം യൂണിഫോമിന് വേണ്ടിയുള്ള അളവുകൾ അടക്കമെടുത്തതാണ്. ആ യൂണിഫോം ഇടാൻ ഇനി മിഥുൻ ഉണ്ടാവില്ല. അവന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ബാക്കി വെച്ചു. പക്ഷേ അവന്റെ അന്ത്യയാത്ര സമയത്ത് അവനെ ഏറെ ഇഷ്ടപ്പെടുന്ന 7 കേരള ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസറുടെ സല്യൂട്ട് വാങ്ങിച്ച് മടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി രതീഷ് ചോദിച്ച ചോദ്യത്തിലേക്ക്, കഴിഞ്ഞ ദിവസം ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഞാനിവിടെ ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് എത്തുന്നത്. എത്തുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ മൃതദേഹത്തിൽ നിന്നുള്ള, ആ ശരീരത്തിൽ നിന്നുള്ള ചൂട് മാറിയിരുന്നില്ല. അങ്ങനെ ആ കുഞ്ഞിനെ ഞാൻ കണ്ടതാണ്. ചേതനയേറ്റ് കിടക്കുന്ന ആ കുഞ്ഞിനെ കണ്ടതാണ്. പിന്നീട് അവനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നെ ശാസ്താംകോട്ട മോർച്ചറിയിലെ തണുത്ത് വിറങ്ങലിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. പക്ഷേ ഓരോ മിനിറ്റിലെയും വിവരങ്ങൾ നൽകുമ്പോൾ നമ്മളൊക്കെ ഹൃദയം തകർന്നാണല്ലോ ഈ വാർത്ത വായിക്കുന്നതും അത് റിപ്പോർട്ട് ചെയ്യുന്നതും. ഞാൻ NCCയുടെ കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ NCCയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അതിൻ്റെ സ്പിരിറ്റ് എന്താണ് എന്ന് അറിയുന്നത് കൊണ്ടാണ്. ഒരു കുഞ്ഞു പ്രായത്തിൽ എന്താണ് ആഗ്രഹം എന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ വരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു സങ്കട കണ്ണീരായി മിഥുൻ മാറുമ്പോൾ NCCയുടെ വളരെ പ്രധാനപ്പെട്ട കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. അത്തോളം ബഹുമാനം ആ കുഞ്ഞിന് ലഭിക്കുന്നു.